അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഫയൽസാണ്. ഫയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് ഡേറ്റയുടെ ഒരു കളക്ഷൻ, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഡേറ്റേനെ സൂക്ഷിച്ച് വെക്കുക, കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു ഫയലുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഫയൽ എന്ന് പറയുമ്പോഴത്തേനും അവർ യൂഷ്വലി ഒരു സെക്കൻഡറി സ്റ്റോറേജിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് റീഡ് ചെയ്യുന്നതിന് മുൻപ് അവരെ നമ്മളുടെ മെമ്മറിയിലോട്ട് കൊണ്ടുവരും. മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ഇത് റീഡ് ചെയ്ത് ഇപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ട് ചെയ്തിട്ട് തിരിച്ച് സെക്കൻഡറി മെമ്മറിയിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഫയലിനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഈസിയാണ്. നമ്മൾക്ക് ഫയലിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഫയൽ, ക്യാപിറ്റൽ FILE, ഫയൽ എന്ന് പറഞ്ഞ് എഴുതും. പിന്നെ അതുപോലെ തന്നെ ഇതിന് കുറേ ആട്രിബ്യൂട്ട്സ്, കുറേ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫയലിനും നമുക്ക് പോയിൻറ്റേഴ്സിൻ്റെ യൂസിങ് വരുന്നുണ്ട്. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫയലിൻ്റെ കൂട്ടത്തിൽ ഒരു ഫയൽ പോയിൻറ്ററിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഫയൽ പോയിൻറ്ററിനെ എന്തുകൊണ്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫയലും പ്രോഗ്രാമും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കളക്ഷൻ ഓഫ് ഡേറ്റിനെയാണ് ഫയൽ എന്ന് പറയുന്നത്. അപ്പം ഇൻഫർമേഷൻ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഫയലിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഫയൽസ് 2 ടൈപ്പിനാണുള്ളത്. ആദ്യത്തേത് ടെക്സ്റ്റ് ഫയൽ അല്ലെങ്കിൽ .txt ഫോർമാറ്റിലുള്ളതാണ് ടെക്സ്റ്റ് ഫയൽ. നമുക്ക് ഈസി ആയിട്ട് അവരെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് നോട്ട് പാഡിൽ തുറന്ന് നമ്മൾ ചെയ്ത് സേവ് ചെയ്യുന്നതിനെയാണ് .txt വെച്ച് ടെക്സ്റ്റ് ഫയൽ എന്ന് വെച്ച് പറയാനായിട്ട് പറ്റുന്നത്. നമുക്ക് കണ്ടൻറ്റിനെ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ടെക്സ്റ്റ് ഫയൽസ്. ബൈനറി ഫയൽ എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിൽ എഴുതുന്നതാണ്. അതായത് 0s and 1s എന്നുള്ള രീതിയിൽ സേവ് ചെയ്യുന്നതാണ് ബൈനറി ഫയൽസ്. ഇതിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസിലി റീഡബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റി, ഇതിൻ്റെ കേസിൽ കുറച്ചുകൂടി സെക്യൂരിറ്റി, ബൈനറി ഫയൽസ് കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഫയലിൻ്റെ ഓപ്പറേഷൻസ് ആണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഓപ്പറേഷൻ ഇസ് ഓപ്പണിങ് എ ഫയൽ. നിങ്ങൾ ഫയൽ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മളുടെ അടുക്കളയിലൊക്കെ ഇരിക്കുന്ന ഒരു ഡിബ്ബ, ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഡിബ്ബയായിട്ട് ഓർക്കുക. നമ്മൾ ഇപ്പം ആ ഒരു ഡിബ്ബ നമ്മൾ ആദ്യമേ തുറക്കണം. അതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ സാധനങ്ങൾ ഇടാം, ഉള്ള സാധനങ്ങൾ അതിനകത്തൊന്ന് എടുക്കാം, എന്നിട്ട് ആ ഡിബ്ബ അടച്ച് വെക്കണം. അപ്പം അതാണ് ഒരു ഫയലിൻ്റെ കേസിലും ചെയ്യേണ്ടത്. നമ്മൾ ഏതൊരു പ്രോഗ്രാം എഴുതുമ്പോഴും ഫയൽ ഓപ്പൺ ആക്കണം, ഫയലിൻ്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ റീഡിങ്ങോ കാര്യങ്ങൾ ചെയ്തിട്ട് ഫയൽ ക്ലോസ് ചെയ്യണം. അപ്പം ഏതൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ചില സമയത്ത് എന്താ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ വിട്ടു. അപ്പം അത് ചെയ്യരുത്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഡിബ്ബയുടെ എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സിൻറ്റാക്സ് എഫ് ഓപ്പൺ എന്നുള്ളതാണ് നമ്മളുടെ മെത്തേഡ് വരുന്നത്. ഫയൽ നെയിം മോഡ്. ഫയൽ നെയിം എന്ന് പറയുന്നത് ഏത് ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്, അത് സ്ട്രിങ് ബേസിസ് ആണ്. ചിലപ്പം നമുക്ക് പാത്തും വരാം. ഓക്കെ, ഇപ്പം യൂസർ ഇന്ന ഫോൾഡർ ഇന്ന ഡയറക്ടറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. മോഡ് എന്ന് പറയുന്നത് നമുക്ക് താഴെ നമ്മൾ ഓപ്പണിംഗ് മോഡ്സ് കൊടുക്കും. അപ്പം അതിലേതാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എഫ് ഓപ്പൺ എന്ന് പറയുന്നത് എഗെയിൻ ഒരു പോയിൻറ്ററിനാണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫയലിനെ പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പോയിൻറ്ററിനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫയൽ പോയിൻറ്ററിനെ, ഒരു ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു പോയിൻറ്ററിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടാനായിട്ട്, ഫയലിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ അല്ലെങ്കിൽ ഫയലിൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പല മോഡ്സ് ഉണ്ട്. എന്ന് പറയുന്നത് റീഡ് മോഡാണ്, റീഡിങ്ങിന് വേണ്ടിയിട്ട്. എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫയലിനെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈ ചാൻസ് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ഫയൽ തുറന്ന് അതിനെ എഴുതാനായിട്ട് സാധിക്കും. ഇസ് ഫോർ അപ്പൻഡ് എന്ന് പറയുന്നത് എഗെയിൻ പുതിയ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയലിൽ എവിടെയെങ്ങാനും എന്തെങ്കിലും ഇൻഫർമേഷൻ അപ്പൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. R+ എന്ന് പറയുന്നത് ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിങ്. W+ അഗെയിൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. പക്ഷേ അവർ ഫസ്റ്റ് 0 ലെങ്ത് ആണ് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫയൽ ക്രിയേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഫയൽ ക്രിയേഷൻ എന്നുള്ളൊരു സ്പേസ് ആണ് നമുക്ക് W+ R+ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസം. A+ എന്ന് പറയുമ്പോഴത്തേനും റീഡിങ്ങും റൈറ്റിങ്ങും അപ്പൻഡിങ്ങും ഇതിനകത്ത് നടക്കും. ഫയൽ എക്സിസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവരെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ റീഡിങ്ങും എപ്പോഴും തുടക്കത്തു നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ എനിക്കൊരു ഫയലുണ്ട്, എനിക്ക് അവിടെ തൊട്ടൊന്നും റീഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ പോയിൻ്റർ ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് എനിക്ക് റീഡിങ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ലൊക്കേഷനിൽ നിന്ന് വേണോ ചെയ്യാനായിട്ട് സാധിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫയൽ നെയിം മോഡിന് പകരം ഇതിന് പകരം എനിക്കൊരു ലൊക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ടും സാധിക്കും. ഒരു ഡയറക്ടറിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ ലൊക്കേഷനായിട്ട് കൊടുക്കാനായിട്ടും സാധിക്കും. അടുത്ത നമ്മൾ നോക്കുന്നത് ക്ലോസിങ് എ ഫയൽ. അപ്പം ഓപ്പണിങ് എ ഫയലിന് എഫ് ഓപ്പൺ നമ്മൾ യൂസ് ചെയ്താൽ ക്ലോസിങ് എ ഫയലിന് എഫ് ക്ലോസ് യൂസ് ചെയ്യും. അപ്പോൾ എഫ് ക്ലോസിനകത്ത് നമ്മൾ നമ്മുടെ ഫയൽ പോയിൻറ്ററും മെൻഷൻ ചെയ്യണം. അപ്പം എഫ് ക്ലോസിനകത്ത് ഇപ്പം ഫയൽ സക്സസ്ഫുള്ളി ക്ലോസ് ചെയ്തു എന്നുണ്ടെങ്കിൽ 0 നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അടുത്ത എന്താണ് പറയുന്നത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു ഫയൽ തുറക്കാൻ പറഞ്ഞാൽ നമ്മൾ ചുമ്മാ തുറക്കാതിരിക്കില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം കാരണം തുറക്കുന്നതായിരിക്കും അല്ലേ. അപ്പം അതിനെ ഫയലിന് റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരക്ടറിനെ യൂസറിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഫയലിൽ നിന്ന് ക്യാരക്ടറിനെ കിട്ടാനായിട്ടും അതിനെ പിന്നെ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പല ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് നോക്കാം. എഫ് ഗെറ്റ് സി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിനെ കിട്ടാനായിട്ട്, ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറിനെ കിട്ടാനായിട്ടാണ്. എഫ് പുട്ട് സി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിനെ എഴുതാനായിട്ടുള്ളതാണ്. എഫ് സ്കാൻ എഫ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറിനെ നമുക്ക് എഴുതാനായിട്ടുള്ളതാണ്. എഫ് പ്രിൻ്റ് എഫ് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാൻ. എഫ് റീഡ് എന്ന് പറയുന്ന ബൈനറി കണ്ടൻറ്റിനെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ. എഫ് റൈറ്റ് ബൈനറി കണ്ടൻറ്റിനെ ഇൻപുട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. ഗെറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു ക്യാരക്ടറാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ CH എന്ന് പറഞ്ഞതിനകത്ത് സ്റ്റോർ ചെയ്യണം. പുട്സ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടറിനെ എനിക്ക് ഫയൽ പോയിൻ്റിനകത്തുള്ള ഈ ഒരു ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാനെന്നുള്ളത്, അല്ലെങ്കിൽ ഫയൽ പോയിൻ്ററിനകത്തോട്ട് ഈ ഒരു ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താണ്, ഈ ഒരു ക്യാരക്ടറിനെ ഐ വോണ്ട് ടു റൈറ്റ് ടു മൈ ഫയൽ, ഈ ഒരു ഫയൽ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ഫയലിലോട്ട്. സ്കാൻ എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ഫയൽ പോയിൻ്ററിനകത്തുള്ള ഇപ്പോൾ ഇതൊരു ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്കാൻ ചെയ്യുക. പ്രിൻ്റ് എഫ് എന്ന് പറയുമ്പോഴത്തേനും അതിനെ ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പോൾ എഫ് റീഡും എഫ് റൈറ്റും നമുക്കുണ്ട്. എഗെയിൻ ഇവിടെ നമ്മൾ റൈറ്റിങ്ങിൻ്റെ സമയത്ത് ഇപ്പോൾ എഫ് റീഡിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ എഫ് റീഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ഡേറ്റ, അതായത് ഡിസ്കിൽ എഴുതപ്പെടേണ്ട അല്ലെങ്കിൽ വായിക്കപ്പെടേണ്ട ഡേറ്റയുടെ എഫ് റൈറ്റും എഫ് റീഡിനും എല്ലാം രണ്ടും സെയിം സാധനം തന്നെയാണ് കേട്ടോ. അപ്പം അഡ്രസ്സ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് ദ ഡേറ്റ ടു ബി റിട്ടൺ ഇൻ ദ ഡിസ്ക്. അതിൻ്റെ സൈസ് ഇതിവിടെ സൈസ് കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് ഓഫ് സച്ച് ഡേറ്റ ടൈപ്പ് ആൻഡ് ദെൻ ദ പോയിൻ്റർ ടു ഫയൽ. നമ്മൾ ഡയറക്റ്റായിട്ട് ഫയൽ നെയിം അവിടെ കൊടുക്കുന്നില്ല. അപ്പം ദിസ് ഇസ് മൈ ഫയൽ എന്നുള്ളത് കൊടുക്കുന്നില്ല. നമ്മൾ വൺസ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ഫയൽ പോയിൻ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ റെഫറൻസ് ചെയ്യുന്നത്. ഇനി വേറൊരു സംഭവം കൂടിയുണ്ട്, FEOF. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ് നമ്മളുടെ ഫയൽ കംപ്ലീറ്റ്ലി വായിച്ച് കഴിഞ്ഞു എന്നുള്ളത്. അതിന് നമ്മൾ എൻഡ് ഓഫ് ഫയൽ ഇൻഡിക്കേറ്റർ എന്ന് നമ്മൾ കോൾ ചെയ്യും. അതായത് FEOF ഫയലിൻ്റെ എൻഡ് ഓഫ് ഫയൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു നോൺ സീറോ വാല്യൂ റിട്ടേൺ ചെയ്യുവാണ് എന്നുണ്ടെങ്കിലാണ് എൻഡ് ഓഫ് ദ ഫയൽ റീച്ച് ചെയ്തു, അല്ല എന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എൻഡ് ഓഫ് ദ ഫയൽ റീച്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ആവില്ല. നോൺ സീറോ വാല്യൂ നമുക്ക് റിട്ടേൺ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എൻഡ് ഓഫ് ദ ഫയൽ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി ഫയലിൻ്റെ അടുത്ത കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അടുത്ത കുറച്ച് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. റീവൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫയൽ പോയിൻ്ററിനെ എഗെയിൻ ബിഗിനിങ്ങിലോട്ട് റീവൈൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബിഗിനിങ്ങിലോട്ട് പ്ലേസ് ചെയ്യാനായിട്ടുള്ളതാണ് റീവൈൻഡ് എന്ന് പറയുന്നത്. സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടല്ലേ. അപ്പം നഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് സീക്കിനുള്ളത്. നമുക്ക് കുറേ റെക്കോർഡ്സ്, ഒരു ഫയലിനകത്ത് കുറേ റെക്കോർഡ്സ് കാണും. അപ്പോൾ അതിലെ ഏത് റെക്കോർഡാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലോട്ട് നമ്മൾ പോയിട്ട് തപ്പണം. അപ്പം അതിന് നമുക്ക് സീക്ക് എന്നുള്ള ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സീക്കിനകത്ത് എന്താണ് ചെയ്യുന്നത്, നമ്മൾക്ക് ഫയൽ സ്ട്രീം നമുക്ക് കൊടുക്കും, നമ്മുടെ പോയിൻ്റർ നമുക്ക് കൊടുക്കും, ഇൻഡ് ഓഫ്സെറ്റും ഏത് പൊസിഷനിലാണ് നമ്മൾ പോയി സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സീക്കിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് റെക്കോർഡിൻ്റെ പൊസിഷനും തേർഡ് എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കേഷനുമാണ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സെക്കൻഡ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ്, പൊസിഷൻ, അതൊക്കെ ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പൊസിഷൻസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സീക്ക് സെറ്റ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിലോട്ട് പോയിൻറ്റിങ് ചെയ്യും. എൻഡ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഫയലും CUR കറൻറ്റ് ഫയലിലും പോയിൻ്റ് ചെയ്യും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ച്, റീവൈൻഡും പഠിച്ചു, സീക്കും പഠിച്ചു അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാം
എഫ് ടെൽ എന്ന് പറയുന്നത് ബേസിക്കലി പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എഫ് ടെൽ എന്ന് പറയുന്നത്. എഫ് ടെൽ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഫയൽ പോയിൻ്റർ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എഫ് ടെൽ യൂസ് ചെയ്യുന്നത്.